വൈകുന്നേരത്തെ ഫുഡ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ നന്നായിട്ട് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് പൊറോട്ടയും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു മുട്ടക്കറിയും നമുക്ക് റെഡിയാക്കാം. മുട്ട പുഴുങ്ങുന്ന സമയത്ത് ഇതുപോലെ നമ്മളൊന്ന് സ്റ്റീം ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുട്ടയുടെ തോട് പൊളിച്ചെടുക്കാൻ നല്ല എളുപ്പമാണ്. അതിന് നമ്മുടെ എഗ് ബോയിലർ വാങ്ങിച്ച് അങ്ങനെ യൂസ് ചെയ്താലും മതി. പൊറോട്ട നമ്മൾ ഓൾറെഡി കുക്ക്ഡ് പൊറോട്ട ഫ്രോസൺ ആയിട്ട് നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇത് മലയാളി സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ച ഡെയിലി ഡിലൈറ്റ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെതാണ്. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉള്ളതാണ്. ഇതിപ്പോൾ കോസ്കോയിൽ ഒരുപാടെണ്ണമുള്ള വലിയ പാക്കായിട്ട് വാങ്ങിക്കാനായിട്ട് കിട്ടും. മുട്ടക്കറി ചട്ടപടാന്ന് നമുക്ക് പ്രഷർ കുക്കറിൽ ഉണ്ടാക്കിയെടുക്കാം. അത് ഇട്ട സ്പീഡിൽ എൻ്റെ കണ്ണിലോട്ട് തന്നെ തെറിച്ചിട്ടുണ്ട്. ആ നേരത്ത് ഇട്ട സവാള കുറച്ച് ബാക്കിലോട്ട് വീണിട്ടുണ്ട്. കരഞ്ഞ് അരിഞ്ഞ് സവാള നമുക്ക് കളയാൻ പറ്റൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിനെയൊക്കെ ഒരു ഫോർക്ക് കൊണ്ട് കുത്തി തിരിച്ചെടുത്ത് പ്രഷർ കുക്കറിലോട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് പെട്ടെന്ന് പ്രഷർ കുക്കറിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയാണ്. ഒരുപാട് നേരം വഴറ്റേണ്ട കാര്യമൊന്നുമില്ല. ഉള്ളി ഇട്ടൊന്ന് ഇളക്കി ബാക്കി സാധനങ്ങളൊക്കെ എടുക്കുന്ന സമയം കൊണ്ട് ഞാനത് ഫ്രോസൺ ആയിട്ടുള്ള പച്ചമുളകും ജിഞ്ചർ ഗാർലിക് പേസ്റ്റുമാണ് എടുത്തത്. അതും കൂടി ചേർത്തൊന്ന് ഇളക്കി തക്കാളിയും കൂടി അരിഞ്ഞു വരുന്ന സമയം കൊണ്ട് നമ്മുടെ ഉള്ളി റെഡിയായി കിട്ടും. അത്രയും ഒന്ന് വഴണ്ടാൽ മാത്രം മതി. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ട് ഗരം മസാലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തക്കാളിയും ചേർത്ത് പിന്നെ നമുക്ക് കുറച്ച് ചൂടുവെള്ളം വേണം. അത് കെറ്റിലൊന്ന് തിളപ്പിച്ച് അത് ഒഴിച്ച് ഒന്ന് ഇളക്കി ഒരു 2 വിസിൽ നമ്മുടെ മുട്ടക്കറിയുടെ ഗ്രേവി റെഡിയാവും. ആ സമയം കൊണ്ട് വിനീത് സൈഡിൽ പൊറോട്ടയും റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഫ്രോസൺ പൊറോട്ടയാണെങ്കിലും ചുട്ടെടുക്കുമ്പോൾ സൈഡിൽ 2 അടിയൊക്കെ കൊടുത്താൽ നമ്മുടെ നാടൻ പൊറോട്ട പോലെ റെഡിയായിട്ട് കിട്ടും. ഒരുപാട് സമയം ഓൾറെഡി കളഞ്ഞതുകൊണ്ട് ഇനി കളയാൻ സമയമില്ല. രാത്രി 9:45 ആയിട്ടുണ്ട്. അപ്പോൾ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്തു വെച്ചു. ഇനി കഴുകാനുള്ള പാത്രങ്ങളൊക്കെ പെട്ടെന്നൊന്ന് കഴുകി വെച്ചാൽ നമ്മൾ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ അത്രയും പാത്രങ്ങൾ കഴുകാനുണ്ടാവില്ലല്ലോ. അപ്പോഴത്തേക്ക് നമ്മുടെ പ്രഷർ കുക്കറിലെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. ഉള്ളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുക്കായിട്ട് വരും. നമ്മുടെ ഒരു ഹോട്ടൽ മുട്ടക്കറിയുടെ ടേസ്റ്റാണ്. അപ്പോൾ മുട്ടയൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു. അതിലോട്ട് മല്ലിയിലയും കൂടെ ചേർത്തൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കുക്ക് ചെയ്ത പാത്രങ്ങളും കൂടെ ഒന്ന് കഴുകിയെടുക്കുന്ന സമയം കൊണ്ട് കിച്ചു നമ്മുടെ ഡൈനിങ് ടേബിളൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തു. അപ്പോഴത്തേക്ക് നമ്മുടെ പൊറോട്ടയും മുട്ടക്കറിയൊക്കെ റെഡിയായി. ആദ്യം തന്നെ പിള്ളേർക്കുള്ള ഫുഡൊക്കെ ഒന്ന് കൊടുത്തു. എന്നിട്ട് നമ്മൾ പൊറോട്ടയും മുട്ടക്കറിയൊക്കെ കഴിക്കുമ്പോൾ ഇത്തിരി ചായ കുടിക്കണ്ടേ. പാലും വെള്ളവും തേയിലയൊക്കെ ഇട്ട് ഞാൻ മൈക്രോവേവിൽ ഒരു 2 മിനിറ്റ് വെച്ചിട്ടാണ് എൻ്റെ ചായ പരിപാടി. ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് തന്നെ ബാക്കി പാത്രങ്ങളും കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മുകളിലെത്തി കുറച്ച് സിനിമയും കണ്ട് തുണിയും മടക്കി വെച്ച് ഇന്നത്തെ പരിപാടി ക്ലോസ് ചെയ്തു.